നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കരിക്കം ഇന്റർനാഷണൽ സ്കൂളിലാണ്. ഇപ്പോൾ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒഡീസ എക്സ്പോ എന്ന് പറയുന്ന ഒരു എക്സ്പോ ഇപ്പോൾ സ്കൂളിൽ നടക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കൊട്ടാരക്കര ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്കൂളിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മിനിയേച്ചർ ക്രിയേറ്റ് ചെയ്ത ടീം മെമ്പേഴ്സാണ് നമ്മളോടൊപ്പം ഉള്ളത്. +1 സ്റ്റുഡൻസ് ആണ്. എങ്ങനെയാണ് ഇങ്ങനൊരു ആശയം ചെയ്തത്? ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിചാരിച്ച് ഒന്നുകൂടെ നല്ലതായിട്ട് വൃത്തിക്ക് നല്ല മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കുന്ന വിചാരിച്ചു. എല്ലാ ക്ലാസ്സുകളും ഉണ്ടോ ഇതിനകത്ത്? എല്ലാം ഉണ്ട്. എല്ലാ ക്ലാസ്സുകളും ഇതിനകത്തുണ്ടോ? എത്ര ദിവസത്തെ കഷ്ടപ്പാടായി? ഒരാഴ്ച ഞങ്ങൾ ഇന്നലെ രാത്രി 6 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്. സമയമില്ല ഞങ്ങൾക്ക്. എൻട്രൻസ് അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനുള്ള സമയം കിട്ടുന്നില്ല. ബാക്കി എല്ലാവർക്കും നല്ല ടൈമൊക്കെ കൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാവരും നല്ല കഷ്ടപ്പെട്ടാണ് ചെയ്തത്. കരിക്കം ഇന്റർനാഷണൽ സ്കൂളിന്റെ ടെക് എക്സ്പോയിലാണ് മിടുക്കരായിട്ടുള്ള കൊച്ചു കുട്ടികളുടെ റോബോട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പോയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ടെക് എക്സ്പോയിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഒരു മിനി റോബോട്ടാണ്. എന്തോ മോന്റെ പേര്? പേരെന്തോ? എങ്ങനെ ഇത് വർക്കിംഗ് എങ്ങനെയാ? ഇത് ഒബ്സ്റ്റിക്കിൾസ് മുമ്പ് ഉണ്ടെങ്കിൽ ഈ അൾട്രാസോണിക് സെൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് ഈ റോബോട്ടിന്റെ ദിശ മാറ്റി വണ്ടി ഈ റോബോട്ട് വേറെ ഡയറക്ഷനിലോട്ട് പോകും. അപ്പൊ ഒന്ന് കാണിച്ച വർക്കിംഗ് കാണിച്ച. ഇവര് കൈ വെച്ചിട്ട് ഇത് കാണിക്കുക. അപ്പൊ കൈ പോകുന്നതനുസരിച്ച് വണ്ടിയുടെ മൂവ്മെന്റ് മാറും അല്ലേ? റോബോട്ടിന്റെ മൂവ്മെന്റ് മാറും. എടുക്ക കുട്ടികളാട്ടോ, 6ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഇത്രയും ലെവൽ ചിപ്പ് ലെവൽ പ്രോഗ്രാം വരെ ഇവര് ടീച്ചർമാരുടെ സഹായത്തോടു കൂടി ഇവിടെ ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ട് കുട്ടികളുടെ? അടിപൊളി. എങ്ങനെയുണ്ട് കണ്ടിട്ട്? റോബോട്ടിക്കിന്റെ സ്റ്റാളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. ഇതേപോലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? മോനെ സ്കൂളിലാണ്? ഞാൻ സദാനന്ദപുരം. ഈ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. മൊത്തം കണ്ടോ? അടുത്ത രൂപേണിന്റെ വർക്കിംഗ് ആണ്. എന്താണ്? കാർ വാഷ് ആണോ? കാർ വാഷ്. നമ്മള് മോട്ടറൊക്കെ, ഇത് കാർ വാഷ് മാത്രമല്ല, കിണറ്റിലൊക്കെ നമ്മൾ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോട്ടറില്ലേ, അത് മിനിയേച്ചർ മോഡല്. കാർ ഇല്ലുവാണെങ്കിൽ അതിനകത്തൊരു ബട്ടൺ ഇടുമ്പോഴത്തേക്ക് കാർ ഫുള്ളി വാഷ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വാഷ് ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് വാട്ടർ ഇങ്ങനെ പോകും. അതിന്റെ ഒരു മോഡലാണ്, മിനിയേച്ചർ മോഡലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് കാർ വാഷിംഗ് അല്ലയോ? ആണ്. വാട്ടർ പമ്പ് ചെയ്യുന്ന നോക്കി വേണം കാറിനകത്ത്. എങ്ങനെയുണ്ട് കുട്ടികളുടെ ഫെസ്റ്റ് ഒക്കെ? സൂപ്പർ, വെരി ഇന്റലിജൻസ് ആൻഡ് they get an opportunity for have overall ഡെവലപ്മെന്റിനുള്ള ഒരു സ്കോപ്പ് അവർക്കുണ്ട്. പുതിയ ഐറ്റംസ് കാണുമ്പോൾ അവർക്ക് ഇനിയിപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ ഉള്ള ടൈമാണല്ലോ, അതിന് നല്ലൊരു പ്രിപ്പറേഷൻ ബേസാണ് ഇവർക്ക് കിട്ടുന്നത്. അത് ഈ ഒരു കുഞ്ഞു ക്ലാസ്സിൽ 6ാം ക്ലാസ്സും 4ാം ക്ലാസ്സുള്ള വിദ്യാർത്ഥികളൊക്കെ ഇത് ചെയ്യുന്ന എക്സ്പ്ലനേഷൻ കണ്ടില്ലേ അവർക്ക്? അതൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് കിട്ടുന്നത്. എങ്ങനെയുണ്ട് ഫെസ്റ്റ്? എങ്ങനെയുണ്ട്? വളരെ വണ്ടർഫുൾ. കാരണം ഒരിക്കലും ഞാൻ ഇവിടെ വരുമ്പോൾ സ്കൂളിൽ എന്തോ ഒരു എക്സിബിഷൻ എന്നുള്ളൊരു കൺസെപ്റ്റേ ഉള്ളൂ. പക്ഷെ വന്ന് കണ്ടപ്പോൾ ശരിക്കും ഒരു പ്രൊഫഷണൽ ടച്ച്, ഒരു സ്കൂളിൽ ചെയ്യുന്ന വരുമ്പോഴത്തേക്ക് അപ്പുറമായിട്ട് ഒരുപാട് എല്ലാ സ്റ്റാളുകളും കയറിയതിൽ ഓരോന്നിനും അതിൻ്റെതായ കുട്ടികളുടെ ആ ഒരു പേഴ്സണൽ ടച്ച് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അധ്യാപകരും ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അത് നമ്മുടെ എക്സ്പെക്ടേഷൻ അപ്പുറമായിരുന്നു. ഒഡീസ ഫെസ്റ്റിൽ